ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ചെറിയ കൊതിയും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പം അടിപൊളി ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ചിക്കൻ കറിയൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടോ, ഒരു കുഴപ്പമില്ല. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാട്ടോ, നല്ല ചിക്കൻ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് എൻ്റെ വക നല്ലൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. ഞാൻ ആദ്യം കറി വയ്ക്കാനുള്ള ചട്ടി എടുത്തു, അടുപ്പത്ത് വെച്ചു, എന്നിട്ട് എണ്ണയൊഴിച്ചു. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോള് മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ ചെറിയ പരിഹാരമൊക്കെ കിട്ടുമെന്നാണ് അറിവ്. ചട്ടി ചൂടായതിന് ശേഷം അങ്ങോട്ട് കടുകിട്ടു. പടപടേന്ന് കടുക് പൊട്ടി. അങ്ങനെ കടുകൊക്കെ ഇട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള കാര്യം നമുക്കറിയാം. അത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം അരിഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സവാള ഞാൻ നന്നായിട്ട് സ്ലൈസായിട്ട് എൻ്റെ മിക്സിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അത് കുക്കറിലിട്ട് വേവിച്ച് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടാണ് ഈ സവാള ഞാനിതിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ എണ്ണയിലിട്ട് ഈ സവാള വഴറ്റി ചെറിയ ചുമപ്പ് കളറാകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, സവാള, പച്ചമുളക്, എല്ലാം തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാ സാധനവും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് ഇത് വഴറ്റിയതിന് ശേഷം ഈ 1/2 കിലോ ചിക്കൻ കറി കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുകയാണ്. സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുട്ടയ്ക്ക് വേണ്ടി അരിഞ്ഞു വെച്ചതായിരുന്നു. പക്ഷേ ഞാനിത് ഇപ്പോൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. എന്നിട്ട് ഈ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ സവാള ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല വഴറ്റി ചുമപ്പ് കളറാവും ഈ സവാള. നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി വരും. എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നും കൊതി വിടല്ലേ, ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊതിയൊക്കെ വിട്ടാൽ മതിയേ. അപ്പോൾ അങ്ങനെ ഞാനിതിങ്ങ് വഴറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വഴറ്റി ചെറിയ ചുമപ്പായി. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടു. പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ തട്ടിപ്പ് വെട്ടിപ്പ്, അങ്ങനെ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കുക. വീണ്ടും ഇളക്കി അതിൻ്റെ പാകം പരുവത്തിനാവുകയെ. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഉള്ളിയും പച്ചമുളകും ഒക്കെ വേവുന്നതിൻ്റെ മണം. പിന്നെ ചിക്കനിട്ട് പതുക്കെ ഒന്ന് നല്ല ചൂടാക്കിയിട്ട് അതിൻ്റെ പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം ഈ സവാള വേവിച്ച ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം, പിന്നെ തക്കാളിയൊക്കെ ഞാൻ വേവിച്ച് പുഴുങ്ങിയെടുത്തിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അങ്ങനെ ചേർത്ത് ആ വെള്ളം എല്ലാം കൂടി വെച്ചിട്ട് ഇതേ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഇത് എത്ര സമയം, ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിക്കണം. അതുവരെ എനിക്ക് ക്ഷമയില്ല കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, കൊതിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കൊതിയൊന്നും ഇപ്പോൾ ഇട്ടേക്കരുത്, ഞാൻ പറയാം കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ചിക്കൻ കറി നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. പതുക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉപ്പും പാകവും പരുവമൊക്കെ നോക്കണ്ടേ. അങ്ങനെ ഇളക്കി കൊടുത്തു. നമുക്ക് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാട്ടോ, നല്ല ചിക്കൻ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് വിളിച്ചോ, നമ്പറിലൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയാം. അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി തരാം. അപ്പം നിങ്ങളും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ ചെറിയ കാറ്ററിങ് നടത്തുന്നുണ്ട്. അപ്പം എനിക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം. ആവശ്യക്കാർ വിളിക്കുക, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരും. ഓക്കെ, ബൈ ബൈ. അപ്പം എല്ലാവരും എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. ചിക്കൻ കറിയും എന്ത് കറി വേണമെങ്കിലും നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ വെച്ച് തരും. അതുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യുക.